ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലത്തെ കൂട്ടുകാരുടെ EVSലെ മൂന്നാമത്തെ പാഠമായ വിങ്ഡ് ബഡീസ് എന്ന് പറയുന്ന പാഠത്തിലെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യങ്ങളും ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ദ ടേബിൾ, അതുപോലെ ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ, പാഠവിശദീകരണം, ലെറ്റ്സ് ആക്സസ് എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയാണിത്. അപ്പോൾ ഈ വീഡിയോയിൽ ഈ പാഠം മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. ഇതിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനു മുന്നേയുള്ള 4ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസായ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ EVSലെ കഴിഞ്ഞ പാഠമായ ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറയുന്ന പാഠവും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമുള്ളവരും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ഈ പാഠത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേർഡ്സിനെ കുറിച്ചിട്ട്, അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അവരുടെ ഷെൽട്ടർ, അവരുടെ കൂടുകളെ പറ്റിയിട്ട്, അവരുടെ ആ ഒരു ഫെദേഴ്സിനെ പറ്റിയിട്ട്, അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു പാഠമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. നമ്മുടെ പരീക്ഷയ്ക്ക് ഉള്ള പാഠമാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. ചാപ്റ്റർ 3 വിങ്ഡ് ബഡീസ്, ചിറകുള്ള കൂട്ടുകാർ എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ചിറകുള്ള കൂട്ടുകാർ ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം, കിളികളാണ്. അപ്പോൾ ഇവിടെ ദ ടീച്ചർ സ്റ്റാർട്ടഡ് ദ ക്ലാസ് ദ ഡേ ബൈ പ്ലേയിങ് എ ബേർഡ് സോങ്. അതായത് ടീച്ചർ ക്ലാസ് ആരംഭിച്ചത് ഒരു പക്ഷിയുടെ പാട്ട് കൊണ്ടാണ്. അതായത് കുട്രു 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 പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ്. ഹാവ് യു ഹേർഡ് ദിസ് ബേർഡ് സോങ്? ദ ടീച്ചർ ആസ്ക്ഡ്. നിങ്ങൾ ഈ പക്ഷിയുടെ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് കുട്ടികളോട് ടീച്ചർ ചോദിക്കുകയാണ്. ഇവിടെ ആദ്യത്തെ പേജിൽ ഒരു കുട്ടി പക്ഷികളെ നിരീക്ഷിക്കുന്ന ഒരു അതിമനോഹരമായ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ സിംഗിങ് ബേർഡ്? നിങ്ങൾക്ക് ഈ പാടുന്ന ബേർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ഹാസ് എനി വൺ സീ ഇറ്റ്? ദ ക്ലാസ് വാസ് സൈലന്റ്. അപ്പോൾ എന്താ പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും ഇതിനെ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ആ ക്ലാസ് മൊത്തം നിശബ്ദമാകുകയാണ് ചെയ്തത്. ഇറ്റ്സ് നെയിം ഈസ് വൈറ്റ് ഷീക്ക്ഡ് ബാർബറ്റ്, ചിന്ന കട്ടുരുവാൻ. അയാൻ സെഡ്, അതായത് അയാൻ പറഞ്ഞു അതിൻ്റെ പേര് വൈറ്റ് സ്റ്റീക്ക്ഡ് ബാർബറ്റ്, അതായത് ചിന്ന കുട്ടുരുവാൻ എന്ന് പറയുന്നതാണെന്ന് അയാൻ പറഞ്ഞു. വാട്ട് ഈസ് ദ കളർ ഓഫ് ദിസ് സിംഗിങ് ബേർഡ്? ഇതിൻ്റെ കളർ എന്താണ് ഈ പാടുന്ന പക്ഷിയുടെ? ഇറ്റ് ഈസ് ഗ്രീൻ ഇൻ കളർ ടീച്ചർ. സൈറ റെസ്പോണ്ടഡ്. സൈറ പറഞ്ഞു അതിൻ്റെ കളറ് പച്ചയാണ്. ദിസ് ബേർഡ് ഈസ് ഓൾസോ കോൾഡ് പച്ചില കുടുക്ക. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ കോളിങ് ഇറ്റ് ലൈക്ക് ദാറ്റ്? ദ ടീച്ചർ കണ്ടിന്യൂ. അപ്പോൾ ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, പച്ചില കുടുക്ക എന്ന് പറയുന്ന പേരും കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ പേര് വിളിക്കുന്നത്? ടീച്ചർ തുടരുകയാണ്. നമുക്ക് ചിലപ്പോൾ തോന്നാം അതിൻ്റെ കളറ് ഗ്രീൻ ആയതുകൊണ്ടായിരിക്കാം പച്ചില കുടുക്ക എന്നതിനെ വിളിക്കുന്നത്. There are many types of birds. അപ്പോൾ നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള പക്ഷികളുണ്ട്. Which are the birds present in your area? നിങ്ങളുടെ പ്രദേശത്ത് ഏതൊക്കെ പക്ഷികളാണ് ഉള്ളത്? How many of them are familiar to you and known to write them in my environment science diary? അപ്പോൾ നിങ്ങളുടെ സയൻസ് EVS ബുക്കിൽ എഴുതാനുള്ള ഇതാണ് ആദ്യത്തേത്. നിങ്ങളുടെ പ്രദേശത്ത് ഏതൊക്കെ തരത്തിലുള്ള പക്ഷികളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന പക്ഷികൾ ഏതൊക്കെയാണ്, അതിൻ്റെ പേരും കൂടി എഴുതാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം? നമുക്കതിൻ്റെ പേരെന്ന് എഴുതി നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. കളർ ആൻഡ് മേക്ക് ദം ബ്യൂട്ടിഫുൾ, അതായത് നിറം നൽകുകയും അതിനെ മനോഹരമാക്കുകയും ചെയ്യാനാണ്. ഐഡൻറ്റിഫൈ ദ ബേർഡ്സ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. കളർ ആൻഡ് മേക്ക് ദം ബ്യൂട്ടിഫുൾ. നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള പക്ഷികളെ തിരിച്ചറിയുകയും അതിൻ്റെ പേര് അവിടെ എഴുതുകയും അതിന് കളർ നൽകുകയും ചെയ്യാനാണ്. നിങ്ങൾ ക്രയോൺ ഉപയോഗിച്ചിട്ട് അതിന് കളർ നൽകുക. എന്നിട്ട് നിങ്ങൾക്കത് ആദ്യം തിരിച്ചറിയുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റെ പേരെഴുതാം. അപ്പോൾ ഒന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും പാരറ്റാണ്. Then second one hornbill ആണ്. Then third peacock and fourth woodpecker. അപ്പോൾ അതിന് നിറം നൽകുക. ഓക്കെ, then next, in what ways do the birds in picture differ? അതായത് ഈ ചിത്രത്തിൽ നോക്കുമ്പോൾ എന്തൊക്കെ തരത്തിലാണ് പക്ഷികൾ വ്യത്യസ്തരാകുന്നത്? രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. കളർ ഓഫ് ദെയർ ഫെദേഴ്സ്, അവരുടെ ആ ഫെദേഴ്സിൻ്റെ കളറിൻ്റെ വ്യത്യാസം. ഷേപ്പ് ഓഫ് ദ ബോഡി, അവരുടെ ബോഡിയുടെ ഷേപ്പ്. പിന്നെ എന്തൊക്കെ പറയാം? സൈസ് ഓഫ് ദ ബീക്ക്, ആ ബീക്കിൻ്റെ സൈസിലെ വ്യത്യാസം. സൈസ് ഓഫ് ദ ബേർഡിൻ്റെ ആ സൈസിലുള്ള വ്യത്യാസം. ഷേപ്പ് ഓഫ് ദ വിങ്, ചിറകുകളുടെ ഷേപ്പിൻ്റെ വ്യത്യാസം. ടൈപ്പ് ഓഫ് ടെയിൽ, അവരുടെ ടെയിലിൻ്റെ ടൈപ്പിൻ്റെ വ്യത്യാസം. ഇങ്ങനെയൊക്കെയാണ് ബേർഡ്സ് ഡിഫറെൻ്റ് ആകുന്നത്. Then let's classify them. നമുക്ക് ഇവയെല്ലാം ക്ലാസിഫൈ ചെയ്യാം. Do all birds in your area have feathers of the same color? നിങ്ങളുടെ പ്രദേശത്തുള്ള എല്ലാ പക്ഷികൾക്കും ഒരേ നിറമാണോ ഫെദേഴ്സിനുള്ളത്? No.
ഹാവ് യു സീ ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്? നിങ്ങൾ പലതരത്തിലുള്ള ഫെദേഴ്സ് ഉള്ള പക്ഷികളെ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. നെയിം ദ ബേർഡ്സ് ദാറ്റ് ഹാസ് ഡിഫറെൻ്റ്ലി കളേർഡ് ഫെദേഴ്സ്. പ്രിപ്പയർ എ ടേബിൾ. നിങ്ങളോട് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ്. അതായത് ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ദ സെയിം കളർ ഓഫ് ദെയർ ബോഡി. അവരുടെ ബോഡിയിൽ മൊത്തം ഒരുപോലെയുള്ള ഫെദേഴ്സ് ഉള്ള ബേർഡ്സിൻ്റെ പേരെഴുതുക. ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ദെയർ ബോഡി. അവരുടെ ബോഡിയിൽ പലതരത്തിലുള്ള ഫെദേഴ്സ് ഉള്ള പക്ഷികളുടെ പേരുകളും എഴുതുക. ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്രോ. ക്രോയുടെ പോലെയുള്ളതാണ്. ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? ഒരേ നിറമാണ് അതിൻ്റെ ബോഡിയിലെ എല്ലാ സ്ഥലങ്ങളിലും ഫെദേഴ്സിന് ഒരേ നിറമുള്ളത് ക്രോ. അതുപോലെ പീജിയൻ, മൈന, കൂക്കു. ദെൻ പീക്കോക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഡിഫറെൻറ്റ് കളേഴ്സാണ് അതിൻ്റെ ഫെദേഴ്സിനുള്ളത്. അതുപോലെയുള്ളതാണ് പാരറ്റ്, കിങ്ഫിഷർ, ലവ് ബേർഡ്സ്. ഓക്കെ, then അതിന് താഴെ വാട്ട് ആർ ദ കോമൺ ക്യാരക്ടറൈസ്റ്റിക്സ് ഓഫ് ബേർഡ്സിൻ്റെ കോമൺ ആയിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ്? ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആൻസർ. ദേ ഹാവ് ഫെദേഴ്സ്. അവർക്ക് ഫെദേഴ്സ് ഉണ്ടായിരിക്കും. അവർക്ക് ദേ ഹാവ് 2 വിങ്സ്. അവർക്ക് വിങ്സ് ഉണ്ടായിരിക്കും. ദേ ഹാവ് എ ബീക്ക്. അവർക്ക് കൊക്ക് ഉണ്ടായിരിക്കും. ദേ ലേ എഗ്സ്. അവർ മുട്ടയിടും. ദേ ഹാവ് 2 ലെഗ്സ്. അവർക്ക് 2 കാലുകളുണ്ടാകും. മോസ്റ്റ് ബേർഡ്സ് ക്യാൻ ഫ്ലൈ ബട്ട് സം കാനോട്ട്. ഭൂരിഭാഗം പക്ഷികളും പറക്കും, ചിലത് പറക്കില്ല. ഇതൊക്കെയാണ് അവരുടെ കോമൺ ക്യാരക്ടറൈസ്റ്റിക്സ് of birds. By observing our surroundings, we can also find birds with different characteristics. അപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ക്യാരക്ടറൈസ്റ്റിക്സ് ഉള്ള ബേർഡ്സിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒബ്സർവ് അവർ സറൗണ്ടിങ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഡൈവേഴ്സ് ക്യാരക്ടറൈസ്റ്റിക്സ് ഓഫ് ബേർഡ്സ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളുള്ള പ്രകൃതിയെ നിരീക്ഷിച്ചിട്ട് മറ്റുള്ള എന്തൊക്കെ സവിശേഷതകളാണ്, ക്യാരക്ടറൈസ്റ്റിക്സ് ആണ് ബേർഡ്സിനുള്ളതെന്ന് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് നിരീക്ഷിക്കുക. യൂസ് ബൈനോക്കുലേഴ്സ് ഇഫ് അവൈലബിൾ ടു ഒബ്സർവ് ബേർഡ്സ്. നിങ്ങളുടെ കയ്യിൽ ബൈനോക്കുലേഴ്സ് അവൈലബിൾ ആണെങ്കിൽ അത് കൂടെ ഉപയോഗിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. വാട്ട് തിങ്സ് ഷുഡ് ബി ഒബ്സർവ്. നിങ്ങൾ നിരീക്ഷിച്ചപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് തിങ്സ് ആണ്, സാധനങ്ങൾ? പ്ലേസസ് ഫോർ ദ ബേർഡ്സ് ഈസ് സീ. എവിടെയാണ് പക്ഷികൾ കാണുക എന്ന് നമുക്ക് മനസ്സിലാകും. ടൈം വെൻ ഇറ്റ് വാസ് സീൻ. എവിടെയാണ്, എപ്പോഴാണ് ടൈം, സമയം എപ്പോഴാണ് മനസ്സിലാക്കാം. സൈസ്, കളറ്, കൂട്, നെസ്റ്റ്, സൗണ്ട്, size of legs, length and number of toes, size and color of eye, characteristics of feathers, style of flying. അതുപോലെ ഫെദേഴ്സ് സോഫ്റ്റ് ആണോ ലോങ് ആണോ എന്നൊക്കെ, ബീക്ക് ഷേപ്പ്, ഇതൊക്കെ നമുക്ക് നമ്മളൊരു സാധനത്തിന് അല്ലെങ്കിൽ ഒരു ബേർഡിനെ നിരീക്ഷിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും അല്ലേ. Observe any birds in your surroundings and prepare a note of it, including its characteristics. Don't forget to draw the picture of two. അതായത് നിങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ ചുറ്റുപാടിലുള്ള ഏതെങ്കിലും പക്ഷിയെ നിരീക്ഷിച്ചിട്ട് അതിൻ്റെ ഒരു നോട്ട് എഴുതാനാണ്. അതിൻ്റെ ക്യാരക്ടറൈസ്റ്റിക്സ്, സവിശേഷതകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഒരു നോട്ട് എഴുതാനാണ്. നിങ്ങൾ ചിത്രം കൂടി വരയ്ക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, വാട്ട് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഒബ്സർവേഷൻ നോട്ട്. നിരീക്ഷണ നോട്ടിൽ, നിരീക്ഷണക്കുറിപ്പിൽ എന്തൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം? നമുക്ക് അതിൻ്റെ ഒരു മോഡൽ നോക്കാം. ലുക്ക് അറ്റ് സൈറാസ് ഒബ്സർവേഷൻ നോട്ട്. ഇവിടെ സൈറയുടെ ഒരു ഒബ്സർവേഷൻ നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ചിത്രം കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാം പാരറ്റ് ആണ്. അപ്പം നിങ്ങൾ നെയിം ഓഫ് ദ ബേർഡ് പാരറ്റ് എന്ന് എഴുതാം. ദെൻ പ്ലേസ് വേർ ഇറ്റ് വാസ് സീൻ. എവിടെയാണത് കാണുന്നത് അതിൻ്റെ പേരെഴുതാം. ഫീൽഡ് വണ്ടിയിലാണ് കാണുന്നത്. ദെൻ ടൈം വെൻ ഇറ്റ് വാസ് സീൻ. എപ്പോഴാണത് കാണുന്നത്? ഈവനിങ്. കളർ ഗ്രീൻ. ദെൻ ഫെദേഴ്സ് ഓഫ് ദ ബിഗ് ഷാർപ്പാണ്, കർവ്ഡ് ആണ്, റെഡ് ഇൻ കളർ. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ദ ലെഗ്. ആ ലെഗിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ലെഗ് യൂസ്ഡ് ടു ക്ലൈംബ് ട്രീസ് ആൻഡ് ഹോൾ ഫുഡ് ഫേംലി. അതായത് അവർക്ക് ക്ലൈംബ് ചെയ്യാനും അതുപോലെ ഫുഡ് പിടിക്കാനുമുള്ള ഒരു ഇതുണ്ട് അവരുടെ ലെഗിന്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ദ ടൈൽ. അവരുടെ ടെയിലിൻ്റെ ഫീച്ചർ എന്താണ്? ലോങ് ആണ്, ട്രയാങ്കുലർ ടെയിലാണ്, വാല്. ദെൻ അതർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? എ റോസ് റിംഗ് അറൗണ്ട് ദ നെക്ക്, ലേ എഗ്സ് ഇൻ ഹോളോ ട്രീസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ നോട്ടാണ് നിങ്ങളോടും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. Then next, let's complete. ഇവിടെ ഒരു ടാബിൾ കൊടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്യാൻ. ലാർജസ്റ്റ് ബേർഡ് എഴുതുക. Then the bird that flies backward. Then the highest flying bird. Birds do not fly. The smallest bird. അപ്പോൾ അതിന് നേരെ അതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാർജസ്റ്റ് ബേർഡ് ഓസ്ട്രിച്ച് ആണ്. Then humming bird. Then highest flying bird bar-headed goose. Then do not fly a bird ഏതൊക്കെയാണ്? പെൻഗ്വിൻ, ഓസ്ട്രിച്ച്, എമു ആണ്. Then smallest bird humming bird. ഫുഡ് ഫോർ ഓൾ കൈൻഡ്സ്. അതായത് എല്ലാ തരത്തിലുള്ള ഫുഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓരോരുത്തർ പറയുകയാണ്. കിങ്ഫിഷർ, ഐ ടു ഗോട്ട് ബിഗ് ഫിഷ്. എനിക്കും വലിയ മീൻ കിട്ടി. പാരറ്റ്, ദിസ് ഗ്രെയിൻസ് ആർ മൈ ഫുഡ്. ഈ ധാന്യങ്ങളാണ് എൻ്റെ ഭക്ഷണം. ദെൻ ഈഗിൾ, ടുഡേ ഈസ് മൈ മീൽ ഈസ് ഗ്രേറ്റ്. എൻ്റെ ഇന്നത്തെ ഭക്ഷണം വളരെ ഗ്രേറ്റ് ആയിരുന്നു.
ദെൻ ഡു ഓൾ ബേർഡ്സ് ഈറ്റ് ദ സെയിം ഫുഡ്? എല്ലാ പക്ഷികളും ഒരേ ഭക്ഷണമാണ് കഴിക്കുന്നത്? നോ. ദെൻ ഇവിടെ ബേർഡ്സും അവരുടെ ഫുഡുമാണ് എഴുതേണ്ടത്, ഈ ടാബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ പാരറ്റ് ഗ്രെയിൻസ് ഒക്കെയാണ് കൂടുതലായിട്ട് കഴിക്കുക. കിങ്ഫിഷർ ഫിഷ് അതുപോലെയുള്ള ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയും ഫുഡുകളും അവരുടെ ബേർഡ്സിൻ്റെയും പേരുകൾ എഴുതിയിട്ട് ഈ ടാബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബേർഡ്സും അവരുടെ നേരക്ക് അവരുടെ ഫുഡുകളും. അപ്പോൾ നിങ്ങൾ ഇത് നോക്കിയിട്ട് ആ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുക. ഓക്കെ. അപ്പോൾ പാരറ്റിൻ്റെ ആണെങ്കിൽ നമുക്ക് ഗ്രെയിൻസ് പറയാം, ഫ്രൂട്ട്സ് നട്ട്സ് പറയാം, കിങ്ഫിഷർ ഫിഷ് പറയാം. ദെൻ ക്രോയുടെ ഫുഡ് എന്താണ്? കാക്കയുടെ വേസ്റ്റ് ഫുഡ് ഇൻസെക്ട്സ് ഫ്രൂട്ട്സ്. ദെൻ സ്പാരോ ഗ്രെയിൻസ് സ്മോൾ ഇൻസെക്ട്സ്. ദെൻ വുഡ് പെക്കർ മരം കൊത്തിയുടെ എന്താണ്? ഇൻസെക്ട്സ്. അതുപോലെ തന്നെ ഇൻസൈഡ് ട്രീ ബാർക്ക്, അതായത് ട്രീ ബാർക്കിൻ്റെ ഉള്ളിലുള്ള ആ ഇൻസെക്ട്സ് ആണ് അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത്. പീകോക്കിന് ഇൻസെക്ട്സ് ഗ്രെയിൻസ് സ്മോൾ സ്നേക്സ്. ഹെന്നിന് ഗ്രെയിൻസ് വേംസ് ഇൻസെക്റ്റ്. ഓൾ റാറ്റ്സ് സ്മോൾ ബേർഡ്സ്. ഡക്കിന് ഫിഷ് സ്മോൾ പ്ലാന്റ്സ് ഇൻ വാട്ടർ. അപ്പോൾ ഇങ്ങനെയാണ് ബേർഡ്സും അവരുടെ ഫുഡുകളും. ദെൻ ഇവർ ഓരോരുത്തരും പറയുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വി ഹണ്ട് ഫോർ പ്രേ ഇൻ പ്ലേസസ് വെർ ദർ ഈസ് വാട്ടർ. അതായത് ഞങ്ങൾ അവരുടെ ഇരയെ പിടിക്കുന്നത് എവിടെയാണ് വെള്ളമുള്ളത് അവിടെ നിന്നാണ്. ദെൻ ഐ ലൈക്ക് ടു ചേസ് ആൻഡ് ക്യാച്ച് ദ പ്രേ. അടുത്തൊരു പക്ഷി പറയാണ് ഞാൻ അവരെ പിന്തുടരുകയും അവിടെ പിടിക്കുകയുമാണ് ഞാൻ ഇരയെ പിടിക്കുന്നത്. ദെൻ അടുത്ത ബേർഡ് പറയാണ് ഐ ലൈക്ക് ടു പെക്ക് ആൻഡ് ഈറ്റ് ഗ്രാസസ് സീഡ്സ് ആൻഡ് ഗ്രേപ്പ്. ഞാൻ ഗ്രാസസും സീഡ്സും ഒക്കെ പെക്ക് അതായത് അവർ കഴിക്കുന്നത് അങ്ങനെയാണ്, പറക്കുകയാണ്. ദെൻ ഐ ആം വൺ എമംഗ് ദ ഫ്രൂട്ട് ഈറ്റർ. ഞാൻ ഫ്രൂട്ടുകൾ ഒക്കെ ഭക്ഷിക്കുന്ന ഒരു ബേർഡാണ്. ദെൻ വാട്ട് ഫുഡ് ഡസ് ഈച്ച് ബേർഡ് ഈറ്റ്? ഓരോ പക്ഷിയും എന്ത് തരത്തിലുള്ള ഫുഡാണ് കഴിക്കുന്നത്? ഫൈൻഡ് ദം ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് മോർ ബേർഡ്സ് ഇൻ ദ നെസ്റ്റ്. ഈ കൂടുകളിൽ കൂടുതൽ പക്ഷികളുടെ പേരുകൾ എഴുതാനാണ്. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഓരോന്നിനെയും. ഫ്രൂട്ട് ഈറ്റേഴ്സ്, നെക്ടർ സക്കേഴ്സ്, തേൻ നുകരുന്നവർ ആരൊക്കെയാണ്, ഫ്രൂട്ട് കഴിക്കുന്നവർ ആരൊക്കെയാണ്, അങ്ങനെ ഓരോ ബേർഡ്സിൻ്റെയും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയിട്ട് ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതുക. ഓക്കെ. Are the size and body structure of the birds in all nests the same? എല്ലാ പക്ഷികളുടെയും ശരീരത്തിൻ്റെ ആകൃതിയും സൈസും ഒക്കെ എല്ലാ നെസ്റ്റിലും സെയിം ആണ്? നോ. വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് ബേർഡ്സ് ഫോർ കളക്റ്റിംഗ് ഫുഡ്? എന്തൊക്കെ തരത്തിലുള്ള അഡാപ്റ്റേഷൻസ് ആണ് ബേർഡ്സ് ഫുഡ് കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? റൈറ്റ് ദം ഡൗൺ. താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ്. ഐഡൻറ്റിഫൈ ആൻഡ് ജോയിൻ ദ ലെഗ്സ് ഓഫ് ബേർഡ്സ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ബീക്ക്. അവരുടെ ബീക്കിൻ്റെ അതായത് കൊക്കിൻ്റെ ആ ഒരു നേച്ചർ പ്രകൃതം നോക്കിയിട്ട് നിങ്ങൾ അവരുടെ കാലുകൾക്ക് നേരെ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തേതിൻ്റെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അതായത് ഒന്നാമത്തേതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഫിഗറാണ്. നിങ്ങൾ ആ ചിത്രം നന്നായി നിരീക്ഷിക്കുക. ദെൻ രണ്ടാമത്തേതിൻ്റെ ആണെങ്കിൽ മൂന്നാമത്തെ ഫിഗറിലേക്കാണ് മാച്ച് ചെയ്യേണ്ടത്. ദെൻ മൂന്നാമത്തെ പിക്ചർ എങ്ങോട്ടാണ്? ഒന്നാമത്തേക്കാണ്. നാലാമത്തെ പിക്ചർ രണ്ടാമത്തേക്കാണ്. ദെൻ ലാസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് നാലാമത്തേക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ്. നിങ്ങളിതൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് വരച്ച് ചേർക്കുക. ദെൻ നെക്സ്റ്റ് ബേർഡ്സ് ആൻഡ് ദെയർ ഹാബിറ്റേറ്റ്. അതായത് പക്ഷികളും അവരുടെ ഹാബിറ്റേറ്റ് ആവാസ സ്ഥലങ്ങളുമാണ്. വേർ ക്യാൻ വി സീ ബേർഡ്സ്? എവിടെയാണ് നമ്മൾ പക്ഷികളെ കാണുന്നത്? നിയർ ദ പോണ്ട്, അതായത് കുളത്തിൻ്റെ ഒക്കെ അടുത്ത് കാണും. പിന്നെ എവിടെയൊക്കെയാണ്? ഇൻ ദ ഫീൽഡ്സ് ആൻഡ് ഫാംസ്, അതായത് വയലുകളിൽ കാണും. ഓൺ റൂഫ് ടോപ്സ് ആൻഡ് ഇലക്ട്രിക് വയേഴ്സ്, അതായത് റൂഫ് ടോപ്പിൽ കാണും, ഇലക്ട്രിക് വയേഴ്സിൻ്റെ അവിടെ കാണും. ദെൻ നിയർ റിവർ ആൻഡ് ലേക്ക്, അതായത് ലേക്ക് തടാകങ്ങളുടെ അരികിലും അതുപോലെ തന്നെ പുഴകളുടെ അരികിലും ഒക്കെ കാണും. ഇൻ ഗാർഡൻസ് ആൻഡ് പാർക്സ്, പാർക്കുകളിലും ഗാർഡനുകളിലും കാണും. അതുപോലെ നിയർ അവർ ഹൗസ്, നമ്മുടെ വീടുകളുടെ അടുത്ത് കാണും. ഇവിടെയൊക്കെയാണ് ബേർഡ്സിനെ നമ്മൾ കാണാറുള്ളത്. നെയിം ഓഫ് ദ ബേർഡ് സീ ഇൻ വാട്ടർ റിച്ച് പ്ലേസസ്, അതായത് വാട്ടർ റിച്ച് ആയിട്ടുള്ള പ്ലേസസിൽ കാണുന്ന പക്ഷികൾ ഏതൊക്കെയാണ്? ഡക്ക്, കിങ്ഫിഷർ, സ്വാന്, ക്രെയിൻ ഒക്കെയാണ്. വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്? അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ലോങ് ലെഗ്, നീണ്ട കാലുകളായിരിക്കും. ദെൻ വേറെ എന്തൊക്കെയാണ്? ലോങ് ആൻഡ് പോയിന്റഡ് ബീക്ക്, അവരുടെ കൂർത്തതും വളരെ ഷാർപ്പുമായിട്ടുള്ള ബീക്കായിരിക്കും. വെബ്ഡ് ഫീറ്റ് ആയിരിക്കും. ലോങ് നെക്കായിരിക്കും. ആൻഡ് ക്യാൻ സ്വിം വൈഡ് ഇൻ വാട്ടർ, അവർക്ക് സ്വിം ചെയ്യാൻ അല്ലെങ്കിൽ വൈഡ് ചെയ്യാനും പറ്റും. ദെൻ സം ക്യാൻ ഡൈവ് ഇൻ ടു വാട്ടർ ടു ക്യാച്ച് ഫിഷ്, ചിലതിന് ഡൈവ് ചെയ്യാൻ പറ്റും വാട്ടറിലൂടെ. എന്തിന്? മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ആ ബോക്സ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. നോട്ട് ഓൾ ബേർഡ്സ് ഹാവ് ദ സെയിം ബോഡി സ്ട്രക്ചർ, എല്ലാ പക്ഷികൾക്കും ഒരേ ബോഡി സ്ട്രക്ചർ ആയിരിക്കില്ല. സം ഹാവ് ലോങ് പോയിന്റഡ് ബീക്സ് ആൻഡ് ലോങ് ലെഗ്സ്, ചിലതിന് വളരെ കൂർത്ത
മുനയുള്ള ബീക്ക് കൊക്കുകൾ ഉണ്ടായിരിക്കും, നീണ്ട കാലുകളും ഉണ്ടായിരിക്കും. കളക്ഷൻ ഓഫ് ഫുഡ് ആൻഡ് മൂവ്മെൻറ്റ്സ് ആർ റിലേറ്റഡ് ടു ദ ബോഡി സ്ട്രക്ചർ ഓഫ് ബേർഡ്സ്. അത് അവരുടെ ഫുഡ് കളക്ട് ചെയ്യുന്ന രീതിയും അവരുടെ മൂവ്മെൻറ്റുകളും എല്ലാം എന്തിനെ ആശ്രയിച്ചിട്ട് നിൽക്കും? അവരുടെ ബോഡി ഘടനയെ ആശ്രയിച്ചിരിക്കും. Birds that hunt for prey in water rich areas have oily feathers. അതായത് ഇരകളെ പിടിക്കുന്ന വാട്ടർ റിച്ച് ആയിട്ടുള്ള പ്ലേസിലുള്ള പക്ഷികളുടെ ഫെദേഴ്സ്, ചിറകുകൾ എങ്ങനെയായിരിക്കും? എണ്ണമയമുള്ള ചിറകുകളായിരിക്കും. അടുത്തതാണ് ഒരു ബോക്സ്, നോക്ടേണൽ ബേർഡ്സ്, അതായത് നിശാസഞ്ചാരികൾ എന്നാണ്. ഓൾസ് ഷീപ്പ് ഡ്യൂറിങ് ദ ഡേ ആൻഡ് ഹണ്ട് ഫോർ പ്രേ അറ്റ് നൈറ്റ്. അതായത് പകല് ഉറങ്ങുകയും രാത്രി ഇര തേടുന്നവരുമാണ് ആര്? മൂങ്ങകൾ എന്ന് പറയുന്നത്. ദേ ഹാവ് ഫെദേഴ്സ് കോട്ട് ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹണ്ടിങ് അറ്റ് നൈറ്റ് ആൻഡ് ഡസ് നോട്ട് മേക്ക് സൗണ്ട് വൈൽ ഫ്ലൈയിങ്. അതായത് രാത്രി ഇര തേടാൻ പറ്റുന്ന രീതിയിൽ പറക്കുമ്പോഴും അത് ശബ്ദമുണ്ടാക്കാത്തതുമായിട്ടുള്ള തുവൽ കുപ്പായങ്ങളാണ് എന്തിനുള്ളത്? അതായത് മൂങ്ങകൾക്കുള്ളത്. ദ ഫോറസ്റ്റ് ഔൾ catches small creatures. അതായത് ഈ ഫോറസ്റ്റ് ഔൾ എന്ന് പറയുന്ന കാട്ടുമൂങ്ങകൾ എന്നൊക്കെ എന്താണ്? ചെറുജീവികളെ പിടിക്കുന്നതാണ്. ദെൻ ദ ബാർബ് ഔൾ, സിൽവർ ഔൾ എന്ന് പറയുന്നത് ഈറ്റ്സ് മൈൻസ് ആൻഡ് പാൻറ്റിക്കൂട്ട്സ്. അതായത് എന്താണ്? നമ്മുടെ ഈ ചെറിയ എലികളുടെയും അതുപോലെ തന്നെ പെരിച്ചാഴികളെയും ഒക്കെ തിന്നുന്നതാണ് ആര്? സിൽവർ ഔൾ എന്ന് പറയുന്ന വെള്ളിമൂങ്ങ എന്ന് പറയുന്നത്. ദെൻ ദ ഫിഷ് ഔൾസ് ഹണ്ട് ഫിഷ് ആൻഡ് ദ നൈറ്റ് ഈറ്റ്സ് ഫീൽഡ്സ് മൈസ്. ഓൾ ഓഫ് ദിസ് ആർ നൊക്ടേണൽ ബേർഡ്സ്. അതായത് എന്താണ്? വേട്ടയാടി കിട്ടുന്ന ഈ മീൻ കൂമന് അതുപോലെ തന്നെ ചുണ്ടലിയുന്ന പക്ഷികളുടെ നത്തുകൾ ഇവയൊക്കെ ആയിരിക്കും ആര് കഴിക്കുന്നത്? ഇവയൊക്കെയാണ് എന്താണ് പറയുന്നത്? നൊക്ടേണൽ ബേർഡ്സ്, നിശാസഞ്ചാരികൾ എന്ന് പറയുന്നത്. ദെൻ ബേർഡ്സ് ആൻഡ് ദെയർ നെസ്റ്റ്, അതായത് പക്ഷികളും അവരുടെ കൂടുകളും. ഹാവ് യു നോട്ടീസ് ദ നെറ്റ്സ് ഓഫ് ദ ബേർഡ്സ് അറൗണ്ട് അസ്? നിങ്ങളുടെ ചുറ്റുപാടുകളിലുള്ള കൂടുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇൻ വാട്ട് വേസ് ആർ ദ നെസ്റ്റ് ഡിഫറെൻറ്റ്? ഏതൊക്കെ തരത്തിലാണ് കൂടുകൾ വ്യത്യസ്തമാകുന്നത്? ഫൈൻഡ് ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ ആൻസർ. നിങ്ങളത് കണ്ടെടുത്തിട്ട് അതിൻ്റെ ഉത്തരം എഴുതാനാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള കൂടുകളുണ്ട്. നിങ്ങളൊന്ന് പ്രകൃതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള പക്ഷികളെയും അവരുടെ കൂടുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ തരത്തിലാണ് അവ വ്യത്യസ്തമാകുന്നത്. പ്ലേസ് വേർ ദേ ഫൗണ്ട്, അതായത് എവിടെയാണ് അത് കാണുന്നത്, അത് വ്യത്യസ്തമാണ്. മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ, അവർ അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വ്യത്യസ്തമായിരിക്കും. പിന്നെ എന്തൊക്കെ ഉണ്ടായിരിക്കും? അപ്പോൾ ബാക്കിയുള്ളത് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഷേപ്പ് ഓഫ് ദ നെസ്റ്റ്, ആ ഷേപ്പിൻ്റെ നെസ്റ്റ്, അപ്പോൾ സൈസ് ഓഫ് ദ നെസ്റ്റ്, അതിൻ്റെ വലുപ്പം, അതൊക്കെയാണ് നമുക്ക് മറ്റുള്ള വ്യത്യസ്തമായിട്ട് എഴുതാൻ കഴിയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എഗ്, പലതരത്തിലുള്ള മുട്ടകളെ കുറിച്ചാണ് പറയുന്നത്. ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്, താഴെ കൊടുത്തിട്ടുള്ള ചിത്രം നിരീക്ഷിക്കൂ. വിച്ച് ബേർഡ്സ് എഗ് ആർ ദർ? ദിസ്, അതായത് ഈ എഗ്ഗുകളൊക്കെ ഏത് പക്ഷിയുടേതാണ്? റൈറ്റ് ഇറ്റ് ഡൗൺ, അത് താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്? അവിടെ നമുക്കറിയാം ആദ്യത്തേത് നാടൻ മുട്ടയാണ്, അപ്പോൾ ചിക്കൻ. ദെൻ മറ്റേത് എന്താണ്? കാടമുട്ടയാണ്. ദെൻ അടുത്തത് എന്താണ്? അവിടെ കുറേ മുട്ടകൾ കൊടുത്തിട്ടുണ്ട്, അത് ഓരോ ദെൻ അതിൽ കൊടുത്തിട്ടുണ്ട് യമൂൻ്റെ മുട്ടയാണ് അവിടെ അതിന് ഡോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ ഡെക്ക്, ഓസ്ട്രിച്ച്, ക്രോ, കുക്കു, അതായത് കുയിലിൻ്റെയും കാക്കയുടെയും അതുപോലെ ഒട്ടകപക്ഷിയുടെയും താറാവിൻ്റെയും ഒക്കെയാണ് അവിടെ പലതരത്തിലുള്ള മുട്ടകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് താഴെ ഇൻ വാട്ട് വേസ് ഡു ബേർഡ്സ് എഗ്സ് ഡിഫറെൻറ്റ്, അതായത് ഈ പക്ഷികളുടെ മുട്ടകൾ ഏതൊക്കെ തരത്തിലാണത് ഡിഫറെൻ്റ് ആകുന്നത്, അതിൻ്റെ സൈസ്, അതുപോലെ കളറ്, ഷേപ്പ്, നമ്പർ, ഇതിലെല്ലാം ഓരോ പക്ഷിയുടെയും മുട്ടകൾ വ്യത്യസ്തമാണ്. കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ബേർഡ്സ്, ദെയർ നെസ്റ്റ് ആൻഡ് ദെയർ എഗ്സ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പലതരത്തിലുള്ള പക്ഷികളുടെയും അവയുടെ കൂടുകളുടെയും അവയുടെ മുട്ടകളുടെയും ചിത്രങ്ങൾ കളക്ട് ചെയ്യുക. ഐഡൻറ്റിഫൈ ദെയർ ഫീച്ചേഴ്സ് ആൻഡ് പ്രിപ്പയർ an album. അപ്പോൾ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഒരു ആൽബം ഉണ്ടാക്കുക. There is diversity in birds' nest with respect to shape, size, construction material, location, nesting method and their eggs. അതായത് ഓരോ പക്ഷിയുടെയും കൂടുകൾ എന്തിലൊക്കെ വ്യത്യസ്തമാണ്? അവരുടെ ഷേപ്പിൽ, സൈസിൽ, അതുണ്ടാക്കുന്ന രീതിയിൽ, അവരുടെ സ്ഥലം, അതുപോലെ നെസ്റ്റിങ്, അതുപോലെ തന്നെ അവരുടെ എഗ്ഗിലുണ്ടാകുന്ന നെസ്റ്റിംഗ് മെത്തേഡ് ഓഫ് ദെയർ എഗ്ഗ്, അതിലെല്ലാം വ്യത്യസ്തമാണ്. ഞാൻ അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഓസ്ട്രിച്ച് ആൻഡ് ഇറ്റ്സ് എഗ്.
അതായത് ഇവിടെ ഒട്ടക പക്ഷിയും അതിൻ്റെ മുട്ടയുമാണ് കൊടുത്തിട്ടുള്ളത്. ദ ഓസ്ട്രിച്ച് ഈസ് ദ ലാർജസ്റ്റ് ലിവിങ് ബേർഡ് ഇൻ ദ വേൾഡ് ടുഡേ. അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പക്ഷിയായിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഓസ്ട്രിച്ച് എന്ന് പറയുന്നത്, ഒട്ടക പക്ഷി എന്ന് പറയുന്നത്. ഇറ്റ്സ് എഗ് ഈസ് ദ ലാർജസ്റ്റ് എഗ്. അതിൻ്റെ ആ പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ മുട്ട. ഓൾദോ ഇറ്റ് ഹാസ് വിങ്സ്. അതായത് എന്താണ്, അതിന് വിങ്സ്, ചിറകുകളുണ്ട്. ഇറ്റ് കനോട്ട് ഫ്ലൈ. പക്ഷേ അതിനെന്താണ്, പറക്കാൻ കഴിയില്ല. ആൻ ഓസ്ട്രിച്ച് എഗ് വെയിറ്റ് അപ്രോക്സിമേറ്റ്ലി 1.5 കിലോഗ്രാം. അതായത് ഒരു ഒട്ടക പക്ഷിയുടെ മുട്ടയ്ക്ക് ഏകദേശം 1.5 കിലോ ഭാരമുണ്ടാകും. മോർ ഓവർ ഇറ്റ് ഈസ് ഓൾസോ ദ ലാർജസ്റ്റ് ഐ എമംഗ് ഓൾ ദ അനിമൽ ലിവിങ് ഇൻ ലാൻഡ്. അതുപോലെ തന്നെ കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ കണ്ണുകളും ആർക്കാണ്, ഓസ്ട്രിച്ചുകൾക്കാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഒട്ടക പക്ഷി ഓസ്ട്രിച്ചിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് മൈഗ്രേറ്ററി ബേർഡ്സ്, അതായത് ദേശാടന പക്ഷികളെയാണ്. ഇവിടെ കുറച്ചധികം ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് വായിച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള പക്ഷികളുടെയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് ഗ്രീൻ വാർബ്ലർ ആണ്. അതെന്താണ്, ഗ്രീൻ വാർബ്ലർ എന്ന് പറയുന്നത് കടും പച്ച പൊടിക്കുരുവിയാണ്. ദെൻ ഇന്ത്യൻ പീറ്റ, അതായത് കാവി എന്ന് പറയുന്ന പക്ഷിയാണത്. ദെൻ മൂന്നാമത്തേത് എന്താണ്, ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ കാച്ചർ ആണ്, അതായത് നാഗമോഹനാണ്. ദെൻ അടുത്തത് ഇന്ത്യൻ ഗോൾഡൻ ഒറിയോൾ, അതായത് മഞ്ഞക്കിളിയാണ്. ദെൻ സ്പെസിഫിക് ഗോൾഡൻ പ്ലൂവർ, അതായത് പൊന്മണൽ കോഴിയാണ്. ദെൻ ഫോറസ്റ്റ് വാറ്റെയിൽ, അതായത് കാട്ടുവാലു കുലുക്കി. ഇങ്ങനെയുള്ള ചിത്രങ്ങളാണ് നമുക്കിവിടെ കാണുന്നത്. ഡു വി ഓൾവേസ് സീ ഓൾ ദിസ് ബേർഡ്സ് ഷോൺ ഇൻ ദ പിക്ചർ. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന എല്ലാ പക്ഷികളും എന്നും എപ്പോഴും കാണാറുണ്ടോ? ഇല്ല, നമ്മൾ ഇതിനെ കണ്ടിട്ടുള്ളത് തന്നെ വളരെ അപൂർവമായിരിക്കും. ഡു വി ഓൾവേസ് ഹിയർ ദെയർ സൗണ്ട്സ്. നമ്മൾ എല്ലായ്പ്പോഴും അതിൻ്റെ ശബ്ദം കേൾക്കാറുണ്ടോ? നോ. വാട്ട് കുഡ് ബി ദ റീസൺ. എന്തായിരിക്കും അതിൻ്റെ കാരണം? Some species of birds migrate from one place to another in large number to escape from adverse weather conditions to obtain food and for breeding. അതായത് ചില പക്ഷികൾ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് രക്ഷ നേടാനും അതുപോലെ തന്നെ ഫുഡിന് വേണ്ടിയിട്ടുമൊക്കെ പലതരത്തിലുള്ള ഒരു പക്ഷികളെല്ലാം കൂട്ടത്തോടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാറുണ്ട്. അതായത് വെതർ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന് സഹായിക്കുന്നത് എന്ന് പറയുന്നത്. when the weather become favorable they return. അതായത് അവർക്ക് അനുകൂലമായിട്ടുള്ള വെതർ ഉണ്ടാകുമ്പോൾ അവർ ആ സ്ഥലത്തേക്ക് തന്നെ തിരികെ വരും. such birds are called migratory birds. അങ്ങനെയുള്ള പക്ഷികളെയാണ് നമ്മൾ മൈഗ്രേറ്ററി ബേർഡ്സ്, ദേശാടന പക്ഷികൾ എന്ന് പറയുന്നത്. Find the names of more migratory birds and write them down. Collect pictures and paste them in environmental bird corner of your class. അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ എൻവയോൺമെൻറ്റ് ബേർഡ് കോർണറിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടുന്ന മൈഗ്രേറ്ററി ബേർഡ്സിൻ്റെയും അവരുടെ ചിത്രങ്ങളും കളക്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടികൾ ചെയ്യുന്ന പോലെ നിങ്ങളും ചെയ്തു നോക്കുക. ഓക്കെ. Then birds and the environment, അതായത് പക്ഷികളും പ്രകൃതിയുമാണ്. Have you noticed people trees growing on the top of certain buildings? Has anyone planted it there? അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആൽമരങ്ങൾ കെട്ടിടത്തിൻ്റെ മേലെ വളരുന്നുണ്ട്. അതാരെങ്കിലും അവിടെ നട്ടിട്ടാണോ? No one planted it there. Birds might have eaten the seeds of the people tree and they dropped the seeds on the building top through their droppings. That's how the trees grow. അതായത് ആരും തന്നെ അവിടെ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അവിടെ നട്ട് വളർത്തുന്നതല്ല, പക്ഷികളാണ് അവർ കഴിച്ചിട്ട് ആ സീഡ് കഴിച്ചതിന് ശേഷം അത് അവിടെ വന്നിട്ട് അവരവിടെ വന്നിട്ട് ഇടുന്നത്. ഓക്കെ. ദെൻ ഹൗ ആർ ദ ബേർഡ്സ് ബെനിഫിഷ്യൽ ടു ദ എൻവയോൺമെൻറ്റ്. എങ്ങനെയാണ് പ്രകൃതിക്ക് പക്ഷി ബെനിഫിഷ്യൽ ആകുന്നത്? ഇതുപോലെ സീഡ് ഡിസ്പേഴ്സൽ, അതുപോലെ പോളിനേഷൻ, കൺട്രോളിങ് പെസ്റ്റ്, ക്ലീനിങ് ദ സറൗണ്ടിങ്സ്. ഇതിനൊക്കെ പ്രകൃതിയെ സഹായിക്കുന്നത് പക്ഷികളാണ്. ദ നെക്സ്റ്റ് ടോപ്പിക്, ഇൻ സെർച്ച് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. How do birds and animals quench their thirst in the summer when spring and other water bodies dry up? അതായത് എങ്ങനെയാണ് പക്ഷികളും മൃഗങ്ങളും ഒക്കെ അവരുടെ ദാഹം അകറ്റുന്നത് സമ്മറിൽ എങ്ങനെയാണ്? ടു പ്രൊട്ടക്ട് ദ ബേർഡ്സ് ഫ്രം ഹീറ്റ് ഡ്രോട്ട് ഇൻ സമ്മർ വി ക്യാൻ പ്രൊവൈഡ് ബേർഡ്സ് വിത്ത് ഡ്രിങ്കിങ് വാട്ടർ. അതായത് പക്ഷികളെ വേനലിൽ നിന്നും വരൾച്ചയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം കൊടുക്കണം. ഫോർ ദിസ് യു ക്യാൻ pour water in earthen pots and keep under the tree or in any other open places. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മൺകലത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട്
എടുത്തിട്ട് നിങ്ങൾ മരത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തുറന്ന സ്ഥലത്തോ വെക്കുക. ബി ഷുവർ ടു ചേഞ്ച് ദ വാട്ടർ ഫ്രീക്വൻ്റ്ലി ടു പ്രിവെൻറ്റ് മോസ്കിറ്റോസ് ഫ്രം ലെയറിങ് ദെയർ എഗ്സ്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ വാട്ടർ തുറന്നിടുമ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റണം. കാരണം അങ്ങനെ മാറ്റിയിട്ടില്ലെങ്കിൽ മുട്ടകൾ മോസ്കിറ്റോസൊക്കെ അതിൽ മുട്ടകൾ ഇട്ടിട്ട് മറ്റുള്ള രോഗങ്ങൾക്ക് കാരണമാകും. അപ്പം നിങ്ങൾ വേനൽക്കാലത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷികൾക്കും മറ്റുള്ള മൃഗങ്ങൾക്കുമൊക്കെ വെള്ളം കൊടുക്കുന്നത്. സെറ്റ് അപ്പ് എ പ്ലേസ് ഇൻ യുവർ സ്കൂൾ ടു പ്രൊവൈഡ് ഫുഡ് ആൻഡ് വാട്ടർ ഫോർ ബേർഡ്സ്. അപ്പം നിങ്ങളുടെ സ്കൂളിൽ ഏതെങ്കിലും ഒരു സ്ഥലം തിരഞ്ഞെടുത്തിട്ട് പക്ഷികൾക്ക് വെള്ളം കുടിക്കാനും ഭക്ഷണം നൽകാനുമുള്ള ഒരു സ്ഥലം നിങ്ങൾ സെറ്റപ്പ് ചെയ്യുക. The next topic, ഗ്രേറ്റ് ഹോൺബിൽ ടുവേർഡ്സ് ത്രെറ്റ് ടു എക്സ്റ്റിൻഷൻ. അതായത് മലമുഴക്കി വേഴാമ്പൽ വംശനാശന ഭീഷണി. അതായത് ദ ഗ്രേറ്റ് ഹോൺബിൽ, ഓൾസോ നോൺ ആസ് ദ ഫാർമർ ഓഫ് ദ ഫോറസ്റ്റ്, ഈസ് ദ ഒഫീഷ്യൽ ബേർഡ് ഓഫ് കേരള. ഇറ്റ് ഈസ് നൗ ഫേസിങ് ദ ത്രെറ്റ് ഓഫ് എക്സ്റ്റിൻഷൻ. അതായത് ഫാർമർ ഓഫ് ഫോറസ്റ്റ്, കാട്ടിലെ കർഷകൻ എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയായിട്ടുള്ള മലമുഴക്കി വേഴാമ്പൽ ഇപ്പോൾ വംശനാശ ഭീഷണിയുടെ വക്കത്താണ് നിൽക്കുന്നത്. The number of birds like the great hornbill and the house sparrow is now decreasing. അതായത് മലമുഴക്കി വേഴാമ്പൽ, അങ്ങാടിക്കുരുവി തുടങ്ങിയിട്ടുള്ള പക്ഷികളെല്ലാം ഇന്ന് അതിൻ്റെ എണ്ണത്തിലൊക്കെ കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ട് കുഡ് ബി ദ റീസൺ? എന്താണ് അതിൻ്റെ കാരണം? എന്തൊക്കെയാണ്? സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് റിസോഴ്സസ്, അതായത് ഭക്ഷണ സാധനങ്ങളുടെ ലഭ്യത കുറവ്. ലാക്ക് ഓഫ് ടോൾ ട്രീസ്, അതായത് ഉയരം കൂടിയ മരങ്ങളില്ലായ്മ. ഹ്യൂമൻ പ്രസൻസ്, അതായത് മനുഷ്യ സാമീപ്യം. ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം? അതുപോലെ തന്നെ നമുക്ക് എഴുതാം കട്ടിംഗ് ഡൗൺ ഓഫ് ഫോറസ്റ്റ് വെട്ടി നശിപ്പിക്കുക. പൊല്യൂഷൻ ആൻഡ് നോയിസ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എവ്രിവർ. യൂസ് ഓഫ് കെമിക്കൽസ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഇൻ ഫാമിംഗ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ള പക്ഷികളൊക്കെ അതിൻ്റെ എണ്ണം കുറവ് വരുന്നത്. ആൻഡ് അവിടെ ഒരു ബോക്സ് ഉണ്ട്. ദ റെഡ് ഡാറ്റ ബുക്ക് ഈസ് എ ബുക്ക് ദാറ്റ് റെക്കോർഡ്സ് എൻഡേജ്ഡ് ആൻഡ് റയർ സ്പീഷീസ്. അതായത് ഒരു റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. ഇപ്പോൾ വംശനാശനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്പീഷീസിനെ, ജീവികളെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഒരു പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, then next write the names of other endangered birds of Kerala in my environmental science diary. Collect their pictures and prepare an album. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്പീഷീസിൻ്റെ ചിത്രങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അതൊന്ന് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഒരു ആൽബം തയ്യാറാക്കുക. ഓക്കെ, then next topic, ബേർഡ് വാച്ചേഴ്സ് ഓറിന്തോളജിസ്റ്റ് എന്ന് പറയുന്നവരാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത്. when Salim was 10 years old, he shot at sparrow named Manjatali with an air gun that his uncle had given him that as a gift. Salim and his uncle took this bird and went in to visit uncle's friends W.S. Millard, an official of Natural History Society, Mumbai. He introduced Salim to the collection of birds preserved and kept at the society. It included sparrow like the Manjatali that Salim had shot. This visit marked the turning point for him, be a bird lover later. അതായത് സാലിം 10 വയസ്സാകുമ്പോൾ അവന് ഒരു സ്പാരോനെ ഷൂട്ട് ചെയ്യുകയും മഞ്ചാലി താലി എന്ന് പറയുന്ന ഒരു സ്പാരോനെ ഷൂട്ട് ചെയ്യുകയും എന്നിട്ട് അത് എങ്ങനെയാണ് അവൻക്ക് അവളുടെ അങ്കിള് കൊടുത്തിട്ടുള്ള എയർ ഗണ്ണ് വെച്ചിട്ടാണ് അവനെ ഷൂട്ട് ചെയ്തത്. എന്നിട്ട് അവരെന്ത് ചെയ്ത് ബേർഡൊക്കെ കൂടിയിട്ടുള്ള അങ്കിളുടെ ഫ്രണ്ടായിട്ടുള്ള W.S. മില്ലാർഡ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് പോയി. അദ്ദേഹം ആരാണ്? നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ ഓഫീസറാണ് അദ്ദേഹം. he introduced Salim to the collection of birds. അതായത് അദ്ദേഹം സാലിമിന് ആ ബേർഡ്സിൻ്റെ കളക്ഷനെ കുറിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് അങ്ങനെ അവിടെ നിന്നാണ് അതാണ് സാലിമിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ളത്. അതായത് പക്ഷി സ്നേഹം അവൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയത് ഇങ്ങനെയാണ്. This is a biography of Dr. Salim Ali, the greatest bird watcher India has ever seen. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പക്ഷി നിരീക്ഷകനാണ് ഡോക്ടർ സാലിം എന്ന് പറയുന്നവരുടെ ഒരു ചെറിയൊരു ബയോഗ്രഫിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. We celebrate this birthday November 12 as National Bird Watching Day. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസം നവംബർ 12 നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ ആയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. Then next, do you know any other bird watchers? നിങ്ങൾക്ക് മറ്റുള്ള പക്ഷി നിരീക്ഷകരെ കുറിച്ച് അറിയാമോ? Find more information about them and write. അതായത് ഇവിടെ രണ്ട് വ്യക്തികളുടെ കൊടുത്തിട്ടുണ്ട്. ഇവർ വളരെയധികം പ്രശസ്തമായിട്ടുള്ള ബേർഡ് വാച്ചേഴ്സ് ആണ്. ഓക്കെ, ശ്രീ KK നീലകണ്ഠൻ, ഓൾസോ നോൺ ആസ് ഇന്ദുചൂടൻ എന്ന് പറയുന്നതിൽ അറിയപ്പെടുന്ന ശ്രീ KK നീലകണ്ഠനാണ് ആദ്യത്തെ ചിത്രം. രണ്ടാമത് ഡോക്ടർ R. സുഗതൻ എന്ന് പറയുന്നവരെയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബേർഡ് വാച്ചേഴ്സിനെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് എഴുതുക.
ദെൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബ്രാഞ്ച് ഓഫ് സയൻസ് റിലേറ്റഡ് ടു ദ സ്റ്റഡി ഓഫ് ബേർഡ്സ് ഈസ് കോൾഡ് ഓർണിത്തോളജി. അതായത് പക്ഷികളെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു സയൻസിൻ്റെ ആ ശാഖയെ പറയുന്ന പേരാണ് ഓർണിത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക് ബേർഡ് സാങ്ച്വറി. നമുക്ക് ബേർഡ് സാങ്ച്വറീസിനെ കുറിച്ച് നോക്കാം. ദ ബേർഡ് സാങ്ച്വറി ഇൻ കേരള നെയ്മഡ് ആഫ്റ്റർ ഡോക്ടർ സാലിം അലി ഈസ് ദ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. ഡു യു നോ എനി അതർ ബേർഡ് സാങ്ച്വറീസ്? നിങ്ങൾക്ക് ഇനി ഇതുപോലുള്ള ഏതെങ്കിലും മറ്റുള്ള ബേർഡ് സാങ്ച്വറീസ് അറിയാമോ? അത് എഴുതാനാണ്. ദെൻ ഇവിടെ നമുക്കൊരു ക്രോസ് വേർഡ് പസിൽ കൊടുത്തിട്ടുണ്ട്, ഇത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഓരോ ചോദ്യങ്ങൾക്ക് നേരെയുമാണ് ഉത്തരങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് ആ ഉത്തരങ്ങൾ ഇതിൽ നേരെ ക്രോസ് ആയിട്ടുള്ളതിന് ക്രോസ് ആയിട്ട് എഴുതാം. അങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്. ഒന്നാമത്തെ ഡൗണീക്കാണ്, താഴേക്കാണ് ഇത് എഴുതേണ്ടത് ഇതിൻ്റെ ഉത്തരം. അതായത് ദ ഓൺലി ബേർഡ് സാങ്ച്വറി ഇൻ കേരള ലൊക്കേറ്റഡ് ഇൻ മാംഗ്രോവ് ഫോറസ്റ്റ്. ഏതാണ്? മംഗൾവനം ബേർഡ് സാങ്ച്വറി ആണ്. അപ്പോൾ നിങ്ങൾ മംഗൾവനം എന്ന് എഴുതുക. രണ്ടാമത്തേത് നോൺ ആസ് ഡോക്ടർ സാലിം അലി ബേർഡ് സാങ്ച്വറി. അതായത് ഡോക്ടർ സാലിം അലി ബേർഡ് സാങ്ച്വറി എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ആണ്. അപ്പോൾ തട്ടേക്കാട് എന്ന് താഴോട്ട് എഴുതി കൊടുക്കുക. ദെൻ മൂന്നാമത്തേത് എക്രോസ് ആണ്, നേരെയാണ് എഴുതേണ്ടത്. അതിലെ മൂന്നാമത്തെ ദ ഓൺലി പീകോക്ക് സാങ്ച്വറി ഇൻ കേരള. കേരളത്തിൽ ഒരേ ഒരു പീകോക്ക് സാങ്ച്വറി ഏതാണ്? ചൂലന്നൂർ പീകോക്ക് സാങ്ച്വറി, ഓൾസോ കോൾഡ് മയിലടുംപാറ എന്നാണ്. നാലാമത്തേത് ബേർഡ് സാങ്ച്വറി ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് ബോർ മൈഗ്രേറ്ററി ബേർഡ്സ് ആർ മോസ്റ്റ്ലി സി. അതായത് ദേശാടന പക്ഷികൾ കൂടുതൽ കാണുന്ന ഒരു ബേർഡ് സാങ്ച്വറി കോഴിക്കോട് ജില്ലയിൽ ഏതാണ്? കടലുണ്ടി ബേർഡ് സാങ്ച്വറി ആണ്. ദെൻ അഞ്ചാമത്തേത് ദ ബേർഡ് സാങ്ച്വറി ഇൻ കോട്ടയം ഡിസ്ട്രിക്ട്. കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള ബേർഡ് സാങ്ച്വറി ഏതാണ്? കുമരകം ബേർഡ് സാങ്ച്വറി. ദെൻ ഫൈൻഡ് more informations about their bird sanctuaries and write them in my environmental science diary. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ബേർഡ് സാങ്ച്വറീസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഇഷ്ടമുള്ളത് എഴുതാവുന്നതാണ്. Then next, crow, pheasants, mynas, peacocks, hornbills, wagtails and many more millions of diverse birds in this living world. അപ്പോൾ ഒരുപാട് പക്ഷികളുണ്ട് നമ്മുടെ ഈ ലോകത്ത്. മെനി ഓഫ് ദം ഹാവിങ് സ്വീറ്റ് വോയിസസ്, ഡൈവേഴ്സ് കളർ, ഡിഫറെൻറ്റ് മൈഗ്രേറ്ററി പാത്ത്സ്, വാട്ട് നോട്ട്. അതായത് ചിലതിന് വളരെ മനോഹരമായ ശബ്ദങ്ങളും മനോഹരമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളും അതുപോലെ നിറങ്ങളും എല്ലാം ഉള്ളവ ഇതിലുണ്ട്. ലെറ്റ്സ് കണ്ടിന്യൂ അവർ ഫാസിനേറ്റിംഗ് ജേർണി ഇൻ ടു ദ വേൾഡ് ഓഫ് വിങ്ഡ് ബഡീസ് ബൈ എക്സ്പ്ലോറിങ് ആൻഡ് ഡിസ്കവറിങ് മോർ അബൌട്ട് ദം. അപ്പോൾ നമുക്ക് ഇനിയും ഈ യാത്ര തുടരാം. അതായത് ഈ ചിറകുള്ള കൂട്ടുകാരെ തപ്പിയിട്ട് നമുക്ക് ഈ എക്സ്പ്ലോറിങ് ചെയ്യാം, അതിനെക്കുറിച്ച് പഠിക്കുകയും എല്ലാം ചെയ്യാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പാഠം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഈ പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലെറ്റ് ആസസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ആ ഭാഗത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകാം. അപ്പോൾ അതിലെ ഒന്നാമത്തെ ചോദ്യം ഡ്രോ ലൈൻസ് ത്രൂ ദ റൈറ്റ് പാത്ത് ടു കണക്ട് ദ ബേർഡ്സ് ടു ദെയർ ഫുഡ്. അതായത് ഓരോ ഫുഡിന് നേരെയും അവരുടെ ബേർഡ്സിൻ്റെ ആ കണക്റ്റിംഗ് പാത്ത് കൊടുക്കാനാണ്. അതായത് നിങ്ങൾ ആ പെൻസിൽ ഉപയോഗിച്ചിട്ട് ആ ഒരു വഴി നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാം. ഓക്കെ, ഓരോന്നിന് നേരെയും ഓരോന്നിന് വൾച്ചറിന് നേരെ എലി, അങ്ങനെ നിങ്ങൾ ഓരോന്നിന് നേരെയും ഓരോ പാത്ത് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. Then second question, hi, is this a woodpecker? Robbie shouted when he saw a bird by the side of the pond. The beak was of woodpeckers is not like this, I replied. Then which bird is this? അതായത് ഹായ് നല്ല വുഡ്പെക്കർ, അതായത് മരം കൊത്തി എന്ന് പറയുമ്പോൾ റോബിൻ ഷൗട്ട് ചെയ്യുകയാണ്. ഇത് കാണുന്നത് എവിടെയാണ്? പോണ്ടിൻ്റെ സൈഡിലാണ്. അതിൻ്റെ ബീക്ക് എന്താണ്? വുഡ്പെക്കറിൻ്റെ പോലെയല്ല എന്ന് അയാൾ റിപ്ലൈ ചെയ്തു. എങ്കിൽ അത് ഏത് തരത്തിലുള്ള പക്ഷിയാണ്? കംപ്ലീറ്റ് ദ പിക്ചർ ഗിവിങ് അപ്രോപ്രിയേറ്റ് കളേഴ്സ്, പ്രിപ്പയർ എ നോട്ട് ഓൺ ഇറ്റ്സ് ഫീച്ചേഴ്സ്. അപ്പോൾ ഇത് ഏത് പക്ഷിയാണെന്ന് ഈ ചിത്രം നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള നിറങ്ങൾ നൽകാനും അതുപോലെ അതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേതാണ്? കിങ്ഫിഷർ ആണല്ലേ. അപ്പോൾ നിങ്ങൾ ഈ കിങ്ഫിഷറിന് മനോഹരമായിട്ട് ക്രയോണൊക്കെ ഉപയോഗിച്ചിട്ട് നിറം നൽകുക. അതിനുശേഷം ഫീച്ചേഴ്സ് എഴുതുക. അപ്പോൾ ഫീച്ചേഴ്സ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നെയിം എന്ന് പറയുന്നത് നെയിം ഓഫ് ദ ബേർഡ് കിങ്ഫിഷർ, പ്ലേസ് വേർ ഇറ്റ് വാസ് സീൻ. എവിടെയാണ് കാണുന്നത്? അതായത് കുളത്തിൻ്റെ അരികിലൊക്കെയാണ്. ബൈ ദ സൈഡ് ഓഫ് പോണ്ട്. അതിൻ്റെ കളറ് ബ്ലൂ
ബാക്ക് ആൻഡ് വിങ്സ് ഓറഞ്ച് ഓർ ഗ്രീൻ, വൈറ്റ് ബെല്ലി. അപ്പം നിങ്ങൾ ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ അതിൻ്റെ കളർ ചെയ്യാൻ കൊടുക്കേണ്ടത്. ദെൻ ബീക്ക് എന്ന് പറയുന്നത് ലോങ് ആയിരിക്കും, പോയിൻറ്റഡ് ആൻഡ് ബ്ലാക്ക്, യൂസ് ടു ക്യാച്ച് ഫിഷ്. അതായത് മീനിനെ പിടിക്കാൻ തരത്തിലുള്ള ബീക്കുകളായിരിക്കും. ലെഗ് ഷോർട്ട് റെഡ് ലെഗ്സ് വിത്ത് ഷാർപ്പ് ക്ലോസ്. അപ്പോൾ നിങ്ങൾ ലെഗിന് റെഡ് കളറാണ് കൊടുക്കേണ്ടത്, ടെയിൽ ഷോർട്ടാണ്. ദെൻ അതർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ലീവ്സ് നിയർ വാട്ടർ ബോഡീസ് ലൈക്ക് പോണ്ട്സ്, റിവേഴ്സ് ആൻഡ് ലേക്സ്. അതായത് ഇവർ ജീവിക്കുന്നത് ജലാശയങ്ങളുടെ അടുത്താണ്. അതായത് കുളത്തിൻ്റെയും പുഴയുടെയും അതുപോലെ ചെറിയ തടാകത്തിൻ്റെയും അരികിലാണ് ഇവർ ജീവിക്കുന്നത്. വെരി ഫാസ്റ്റ് ഇൻ ഫ്ലൈയിങ്, അതായത് പറക്കുന്നതിന് വളരെ വേഗത്തിലാണ്. ഡൈവ്സ് ഇൻ ടു വാട്ടർ ടു ക്യാച്ച് ഫിഷ്, അതായത് വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്തിട്ട് ഫിഷിനെ പിടിക്കാൻ സഹായിക്കും അവർ. ബിൽഡ് നെസ്റ്റ് ഇൻ ദ ഹോൾസ് ഓഫ് റിവർ ബാങ്ക്സിൻ്റെ ഹോൾഡിലായിരിക്കും അവർ കൂടുകളൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, Mansa and Abin were playing a table competition game. Join them and complete the table. അപ്പോൾ 2 പേര് തമ്മിൽ ഒരു ടേബിൾ കോമ്പറ്റീഷൻ ഗെയിം കളിക്കുകയാണ്. അപ്പോൾ അതാണ് താഴെ കൊടുത്തിട്ടുള്ള ടേബിൾ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനാണ്. ദെൻ ഒരെണ്ണം ഫുള്ള് കൊടുത്തിട്ടുണ്ട്, വുഡ് പെക്കർ. അതായത് നെയിം ഓഫ് ദ ബേർഡ് വുഡ് പെക്കർ, കളറ് ഗ്രാനിഷ് യെല്ലോയിഷ് ബ്രൗണ്. ദെൻ ഫുഡ് വേംസ്, ഇൻസെക്ട്സ്. ബോഡി ഫീച്ചേഴ്സ് പോയിൻറ്റഡ് ബീക്ക്, റെഡ് കാപ്പ് ഓൺ ഹെഡ് ആൻഡ് നെസ്റ്റ് ഹോളോ ഇൻ ട്രീസ്. അപ്പോൾ അങ്ങനെ മറ്റുള്ളതും കൂടി കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് പാരറ്റാണ്. പാരറ്റിൻ്റെ കളർ എന്താണ്? ഗ്രീൻ ആണ്. ഫുഡ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സും സീഡ്സുമാണ്. ദെൻ ബോഡി ഫീച്ചർ സ്ട്രോങ് കർവ്ഡ് ബീക്സ് ആയിരിക്കും. അവരുടെ നല്ല ശക്തിയുള്ളൊരു കർവ്ഡ് ആയിട്ടുള്ള കൊക്കുകളായിരിക്കും. നെസ്റ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ട്രീസിൽ, ഹോളോ ക്യാവിറ്റീസിൽ. ദെൻ അടുത്തത് ബ്ലാക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് അറിയുന്ന ബേർഡ് ഏതാണ്? ക്രോ ആണ്. അപ്പോൾ ക്രോ. ദെൻ സീഡ്, ഫ്രൂട്ട്, ഇൻസെക്ട്, ഫുഡ് ആൻഡ് ബോഡി ഫീച്ചർ സ്ട്രോങ് ബീക്ക് ആൻഡ് ടോൾ ട്രീ സ്ട്രക്ചേഴ്സ് ആണ്. ദെൻ അടുത്തത് കിങ് ഫിഷർ, ബ്ലൂ, ഗ്രീന്, സ്മോൾ ക്രിയേച്ചർ, ലോങ് പോയിൻറ്റഡ്, വെറോസ് ഇൻ റിവർ ബാങ്ക്സ്. ദെൻ സ്പാരോ, ബ്രൗൺ ഗ്രേയുമാണ്. ഫുഡ് സ്മോൾ ഫിഷ് ഒക്കെയാണ്. ദെൻ ലോങ് ബീക്കാണ് അവരുടെ ബോഡി ഫീച്ചർ. ദെൻ ബുഷസ്, ബിൽഡിങ്ങിലൊക്കെയാണ് അവരുടെ നെസ്റ്റ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിത് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ലെറ്റ്സ് ആക്സസ് എന്ന് പറയുന്ന സെക്ഷനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പാഠത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൽ പക്ഷികളെക്കുറിച്ചും പക്ഷികളുടെ ഇമ്പോർട്ടൻസ്, അവരുടെ ഫീച്ചേഴ്സ്, അവരുടെ എൻവയോൺമെൻറ്റൽ നെസ്റ്റ്, അങ്ങനത്തെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്കിതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ മറ്റുള്ള 4ാം ക്ലാസ്സിലെ വീഡിയോസ് ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ EVSൻ്റെ ചാപ്റ്റർ 1, ചാപ്റ്റർ 2 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമുള്ളവരും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.